തെരഞ്ഞെടുപ്പ് തോൽവി വിലയിരുത്താൻ CPM PB യോഗം ഡൽഹിയിൽ തുടരുകയാണ്. താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. തെരഞ്ഞെടുപ്പ് തോൽവി വിലയിരുത്താൻ CPM PB യോഗം ഡൽഹിയിൽ തുടരുകയാണ്. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് ആകണോ എന്ന് PB ചർച്ച ചെയ്യും. എന്ത് ധൈര്യത്തിലാണ് നിങ്ങളുടെ കയറി വന്നേ? പൊക്കണം. ഞാൻ പോവൂല. നിന്നോട് പോകാനല്ലേ പറഞ്ഞത്? ഞാൻ പോവൂലെന്നാലും ഞാൻ ആദ്യമേ പറഞ്ഞു. തോൽവിയെക്കുറിച്ചുള്ള ചോദ്യത്തിന് സെക്രട്ടറി പറയും എന്നായിരുന്നു ഇന്ന് പിണറായിയുടെ മറുപടി. കേരളത്തിലെ കനത്ത പരാജയത്തിനു ശേഷമുള്ള ആദ്യ പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ പിണറായി വിജയൻ മനസ്സു തുറക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സാറെന്താ ഒന്നും മിണ്ടായിരിക്കുന്നത്? അണ്ണാക്കി പിരിവെട്ടിയിരിക്കണ ഒരാളോട് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണോടായത്? സ്ഥാനാർത്ഥി നിർണയവും മുതിർന്ന നേതാക്കൾ വിമതരായതും ഉൾപ്പെടെ പരാജയത്തിന് കാരണമായോ എന്ന് PB യോഗം വിലയിരുത്തും. നമ്മൾ സടകുടഞ്ഞ് എഴുന്നേക്കേണ്ട സമയമായിരിക്കുന്നു. ഒരു കണക്കിന് പറഞ്ഞാൽ വൈകി എന്ന് തന്നെ പറയാം. പ്രതിപക്ഷ നേതാവാകുമോ എന്നതിൽ പിണറായി വിജയൻ PBയെ നിലപാടറിയിക്കും. ഞങ്ങൾ നോക്കിയിട്ട് ഇപ്പൊ ആരെയും കാണില്ല, നിങ്ങൾ തന്നെ അങ്ങോട്ട് ആവണമെന്ന്. പിണറായി സ്വയം പിന്മാറാൻ സന്നദ്ധത അറിയിച്ചാൽ മാത്രമേ മറ്റു പേരുകൾ ചർച്ചയാകാൻ സാധ്യതയുള്ളൂ. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം വേണമെന്ന CPIയുടെ ആവശ്യവും ചർച്ചയായേക്കും. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും A വിജയരാഘവനും ഉൾപ്പെടെ 2 ദിവസത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വേണം അത് വേണം, അതില്ലാതെ പറ്റുകയില്ല. മുഖ്യമന്ത്രി പദം ഒഴിഞ്ഞ ശേഷം ആദ്യമായി ഡൽഹിയിലെത്തിയ പിണറായി വിജയൻ കേരള ഹൌസിലെ 204 നമ്പർ മുറിയിലാണ് താമസിച്ചത്. വയസ്സുകളൊക്കെ തോനായില്ലേ? ഇനിയെങ്കിലും ഈ തറ വേലകളൊക്കെ നിർത്തി അവനെ എന്റെ ജോലികൾ ചെയ്ത് ജീവിക്കാൻ നോക്കട്ടെ. കേരള ഹൌസ് വളപ്പിലെ കൊച്ചിൻ പാലസിലെ മുഖ്യമന്ത്രിയുടെ മുറി വേണ്ടെന്ന് അധികൃതരെ നേരത്തെ അറിയിച്ചിരുന്നു. എന്നെ ഇട്ടുമൂടാനുള്ള പണം ഞാനങ്ങ് ദുബായിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം വിധിയുടെ വിളയാട്ടം. സാറിന്റെ മക്കളുടെ